നാദിയ പറ കേക്കട്ടെ. റബീഉൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാതിയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദമലിനീകരണവും എന്താ പറയാ, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഇതിപ്പോ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഇത്ര അധികം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രഹസനത്തിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അത് ആവശ്യമായിട്ട് പൈസ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ സമുദായത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയാ, വല്ലോ ചികിത്സാ സഹായമായിട്ടോ അതല്ലെങ്കിൽ വല്ലോ കല്യാണം നടത്തേണ്ട ആളുകൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പൈസ ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സത്യത്തിൽ നാദിയ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊന്നും കൊണ്ടല്ല, നാദിയയുടെ വാക്കുകൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഈ നബിദിനത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം അത് നബിദിനത്തിന് അന്ന് പൊട്ടുകയും മുസ്ലിം സമൂഹത്തിൻ്റെ ഈ പൈസയൊക്കെ വെറുതെ പാഴായിപ്പോയന. പൊന്നാര നാദിയ, മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യർക്ക് ഗുണമല്ലാത്ത എന്തെങ്കിലും ഒരു സംഗതികൾ കണ്ടിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ ചെറിയ പെരുന്നാളിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള റമദാൻ വരുമ്പോൾ നമ്മൾ എന്താണ് കാണാൻ കഴിയുന്നത്? ലക്ഷക്കണക്കിന് രൂപ, അതിലെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യധാന്യ കിറ്റുകളൊക്കെ ജാതി മതഭേദമന്യേ എല്ലാ സമൂഹങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണുന്നതാണ്. ഇനി പെരുന്നാളായി കഴിഞ്ഞാലോ ഫിത്തർ സക്കാത്തിൻ്റെ അരി, ടൺ കണക്കിന് അരി വിതരണം ചെയ്യപ്പെടുകയാണ്. ഇനി വലിയ പെരുന്നാൾ വന്നാലോ അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മാംസം മനുഷ്യരിലേക്ക് എത്തപ്പെടുകയാണ്. ഭക്ഷ്യ വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തപ്പെടുകയാണ്. നബിദിനം വന്നാലോ ഇതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് ഓരോ മഹല്ലി ജമാഅത്ത് കമ്മിറ്റികളും ഭക്ഷണം ഉണ്ടാക്കി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്യുകയാണ്. മനുഷ്യർക്ക് അനുഗുണമല്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ ആകാശത്ത് പൊട്ടുമ്പം 2 കിഡ്നി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെയും സന്തോഷവും ആഘോഷവും അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷം മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ മറ്റുള്ളവർക്ക് അപരന് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പല ആഘോഷങ്ങളും പല സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പത്രത്തിൽ നമുക്ക് കാണാം 18 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇവിടെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, നബിദിനം ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത ഇല്ല. നബിദിനമാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അതൊക്കെ കൊണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നാദിയ, ചാരിറ്റി ദയവ് ചെയ്ത് ചാരിറ്റി ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇപ്പം നാദിയ തന്നെ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇവിടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടില്ല ഇല്ല. നാദിയയുടെ അധിക റിയാക്ഷൻ വീഡിയോയും ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ലഭ്യരാക്കാൻ വേണ്ടി ആക്ഷേപിക്കാൻ വേണ്ടിയും ആകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും പ്രയാസവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഈ ചാരിറ്റി പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ ഉപദേശം നടത്തുന്നത്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പള്ളിയുടെയും കവാടങ്ങളിൽ ജാതി മതഭേദമന്യേ എത്ര മനുഷ്യരെ കാണാൻ കഴിയും? അവർ ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ വരികയല്ലേ. എന്നാൽ വലിയ വലിയ ആഘോഷങ്ങൾ പുറത്ത് നടക്കുന്നു. അതിൻ്റെ കവാടങ്ങളിൽ എവിടെയെങ്കിലും ഒരു കിഡ്നി രോഗിയെ കാണാൻ കഴിയും, ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ, എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ചാരിറ്റി എന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഒരു നബിദിനം വർഷത്തിൽ ഒരിക്കൽ വരുമ്പം കുഞ്ഞുകുട്ടികൾ ഈ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് ഹബീബായ തങ്ങളുടെ അധ്യാപനമാണ്. വഴി തടസ്സപ്പെടുത്താതെ അതിനൊക്കെ പ്രത്യേകമായ വാളണ്ടിയേഴ്സിനെ നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാ സമൂഹം അങ്ങനെയല്ലേ. ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം ശോഭയാത്ര നടക്കുന്നു. അവരെത്ര കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി സമീപത്തോട് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. വാളണ്ടിയേഴ്സിന് ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വണ്ടികളൊക്കെ യഥേഷ്ടം വിടാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വമാണ്, നമ്മുടെ നാടിൻ്റെ പാരസ്പര്യം കൂടിയാണ്. ഇപ്പം നമ്മുടെ നബിദിന റാലി പോകുന്ന സമയത്ത് മറ്റ് സമൂഹങ്ങൾ വെള്ളം കൊടുക്കുന്നു, അവരെ യാത്ര പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ഗ്രഹാതുരത്വം, ഐക്യവും പാരസ്പര്യമൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ നടന്നോട്ടെ, ഇതൊക്കെ നല്ല കാര്യമല്ലേ. ഇത് കുരുപൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി കുരുപൊട്ടുക. ഇവിടെ നബിദിനാഘോഷം നടക്കും, കുട്ടികൾ റാലി പോകും, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലി പോകും. അത് പൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി പൊട്ടുക. നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് പൊട്ടും. നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും ചെയ്യും. അതുകൊണ്ട് അതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെൻറ് നോക്കിക്കണം. അതുകൊണ്ട് നാദിയയുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. പ്രിയപ്പെട്ട നാദിയ, ഏതൊരു പുണ്യപുരുഷൻ്റെ ജന്മദിനമാണോ ഇവിടെ ആഘോഷിക്കുന്നത്, ആ പുണ്യപുരുഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനുരുചരൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി, മോനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവുൽ കലാം, മനോഹരമായി മനുഷ്യരോട് സംസാരിക്കലാണ്. ത്വാമുത്താം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാനും പഠിപ്പിച്ച ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാണ്. ആ വസന്തം ഞങ്ങൾ ആത്മീയതയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. നിയമാനുസൃതമായി, നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏതൊരു സംഗതികളും ഞങ്ങളിവിടെ അനുവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നാദിയ, ഒന്നുകൂടെ പറയാണ്, ഈ ചാരിറ്റി എന്നൊന്നും പറഞ്ഞ്
തമാശയാക്കരുത്. ഒരു നബിയെ സൃഷ്ടിക്കപ്പെട്ട ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി ചെറുപ്പക്കാരെ, റബീഉൽ അവ്വൽ മാസമൊക്കെ വരുമ്പോ ചില ആളുകൾ ലഘുലേഖകൾ വിതരണം ചെയ്യാറുണ്ട്, കവലപ്രസംഗങ്ങൾ നടത്താറുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിദിനം കഴിച്ചിരുന്നോ എന്നാണ് അവരുടെ ചോദ്യം. അല്ലെങ്കിൽ ജന്മദിനത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് അവിടെ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്നാണ് ചിലർ ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആ ചോദ്യം തന്നെ ശുദ്ധ അസംബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടോ എന്ന സംശയം പോലും ഈമാനിന്റെ പോരായ്മയാണ്. അവിടുന്ന് ഈ ലോകത്ത് വന്ന ദിവസത്തിന് പ്രത്യേകതയില്ലെങ്കിൽ പിന്നെ ഏത് ദിവസത്തിനാണ് പ്രത്യേകതയുള്ളത്? ഏത് ദിവസത്തിനാണ് പ്രത്യേകതയുള്ളത്? പരിശുദ്ധ റമളാൻ ഒരു മാസക്കാലം ലോക മുസ്ലിമീങ്ങൾ ആദരിക്കുന്നത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ് റമളാന്റെ പ്രത്യേകത. എന്നാൽ ലോകത്തുള്ള മറ്റെല്ലാ അള്ളാഹുവിന്റെ സൃഷ്ടികളെക്കാളും അള്ളാഹു ബഹുമാനിച്ചാദരിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ലോകത്ത് വന്ന മാസത്തിന് പ്രത്യേകതയില്ലെന്നോ ആർക്കാണ് അംഗീകരിക്കാൻ സാധിക്കുക? ഇനി അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ജന്മത്തിന് പ്രത്യേകതയുണ്ടോ എന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയല്ലേ കൃത്യമായ മറുപടി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹ് മുസ്ലിമിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? മഹാനായ അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചോദ്യം, സുഇല അൻ സൗമി യൗമിൽ ഇത്നൈൻ, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. എന്നാൽ ആ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത്? അത് ചൊവ്വാഴ്ച ആയാൽ എന്താണ്? അല്ലെങ്കിൽ അത് ഞായറാഴ്ച ആയാൽ എന്താണ്? എന്തിനാ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത്? ഖാല, അവിടെ നിന്ന് മറുപടി പറയുന്നു, കൃത്യമായിട്ട് ചെറുപ്പക്കാര് മനസ്സിലാക്ക്, നബിദിനത്തിന് പ്രത്യേകതയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഖാല അവിടെ നിന്ന് പറയുന്നു, എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത്? ദാലിക യൗമുൻ വുലിത്തു ഫീഹി, അന്ന് എന്റെ നബിദിനമാണ്, എന്റെ ജന്മദിനമാണെന്ന്. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ അന്ന് നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അന്നാണ് എന്റെ ജന്മം നടന്നിട്ടുള്ളത്, അന്നാണ് എന്റെ ജന്മദിനം. ആ ജന്മദിനത്തിനാണല്ലോ നമ്മൾ നബിദിനം എന്ന് പറയുന്നത്. ആഴ്ചയിൽ തിങ്കളാഴ്ച വരുമ്പോ അവിടുന്ന് ജനിച്ച ദിവസമാണെന്ന് ഓർമ്മിക്കണമെന്നും ആ ദിവസത്തെ ബഹുമാനിക്കണമെന്നുമല്ലേ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. എന്നാൽ കൊല്ലത്തിൽ ഒരു ദിവസം പോലും ഇത് വേണ്ട എന്ന് പറയുന്നവന്റെ ഈമാൻ എന്തുകൊണ്ട് അവർക്കങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ വിവാദത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ എന്റെ കൂട്ടുകാരായ എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് പറഞ്ഞു തന്നതാണ്, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നത് വളരെ പവിത്രമാണ് എന്ന് മാത്രമല്ല, ചിലർ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ജന്മദിനം നടത്തിയതുകൊണ്ട് ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടി പായസം വെച്ചു ഭക്ഷണം വിതരണം ചെയ്തു, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചാൽ എന്തു കിട്ടും? എന്തെങ്കിലും കാര്യമുണ്ടോ ഇതുകൊണ്ട്? എത്ര കാശാ പൊടി പൊടിക്കുന്നത്? ചില ആളുകൾക്ക് സഹിക്കുന്നില്ല. സ്വലാത്ത് ചൊല്ലിയിട്ട് റാലി പോകുമ്പോ ചില ആളുകൾക്ക് സഹിക്കുന്നില്ല. ഇത്തരം മജ്ലിസുകൾ കാണുമ്പോ ചിലർക്ക് സഹിക്കുന്നില്ല. അവർ പറയുന്നത് ഇത് തനി അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. എന്നാ ഞാൻ പറയട്ടെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ മജ്ലിസിലേക്ക് ഒരു 10 രൂപ തന്ന് ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരു മുസ്ലിം സഹോദരനുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഇതുകൊണ്ട് പ്രതിഫലം കിട്ടുമെന്നല്ലേ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അല്ലേ? പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച, നരകത്തിൽ കടക്കുമെന്ന് കട്ടായമായി പറഞ്ഞ ആളാണ് അബൂ ലഹബ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കടുത്ത വേദന സംഭാവന ചെയ്ത ആളാണ് അബൂ ലഹബ്. അബൂജഹലിനെ നമ്മൾക്കറിയാം, മുത്തുബത്തിനെയും ഷൈബത്തിനെയും വലീദിനെയും ഒക്കെ നമ്മൾക്കറിയാം. അവരൊക്കെ വലിയ അക്രമികളായിരുന്നു. പക്ഷെ അവരൊന്നും ഖുർആൻ പേരെടുത്തിട്ട് ആക്ഷേപിച്ചിട്ടില്ല.
എന്നാൽ അബൂലഹബിനെ കുറിച്ച് പറയാൻ മാത്രം പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ കാണാം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. തീർച്ചയായും അവന്റെ രണ്ട് കരങ്ങളും നാശമടഞ്ഞിരിക്കുന്നു, അവനും അവന്റെ കെട്ടിയവളും തകർന്നടിഞ്ഞു പോയവരാണ്, അവർ നരകം പുൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ ഉറപ്പാണ്. അബൂലഹബ് നരകത്തിലാണ്. ആ അബൂലഹബിന്റെ മരണം നടന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ആ അബൂലഹബിന്റെ മരണം നടന്നപ്പോ ബന്ധുക്കളിൽപ്പെട്ട ചില ആളുകൾക്ക് അബൂലഹബിനെ സ്വപ്ന ദർശനമുണ്ടായി. മഹാനായ അബ്ബാസ് തങ്ങൾ അബൂലഹബിനെ കണ്ടു. ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയിൽ അങ്ങനെയാണ് പറയുന്നത്, റഅയ്തു ഫീ മനാമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടു അബൂലഹബിനെ കണ്ടു. അബൂലഹബിനെ കണ്ടപ്പോ ചോദിച്ചു, എന്താ നിന്റെ ഹാല് എന്ന് ചോദിച്ചു. ആ സമയത്ത് അവൻ പറഞ്ഞു, മാ ലഖീതു ബഅദകും റാഹ, നിങ്ങളെ പിരിഞ്ഞതിന് ശേഷം എനിക്കൊരു സുഖവുമില്ല, ഞാൻ കടുത്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ വളരെ വലിയ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇല്ലാ അന്നൽ അദാബ യുഖഫഫു അന്നീ കുല്ല യൗമിൽ ഇസ്നൈൻ. എല്ലാ തിങ്കളാഴ്ച രാവിലും തിങ്കളാഴ്ച വന്നാൽ എനിക്കൊരാശ്വാസമാണ്. ആരാ പറയുന്നത്? നരകത്തിൽ പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ അബൂലഹബ് പറയാണ്, തിങ്കളാഴ്ച വരുമ്പോ എനിക്ക് ശിക്ഷയിൽ നിന്ന് ചെറിയൊരിളവ് ലഭിക്കും. വദാലിക്, എന്താ അതിന് കാരണം? ആ തിങ്കളാഴ്ചയാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിരിക്കുന്നത്. ഒരു തിങ്കളാഴ്ചയായിരുന്നല്ലോ. ആ ജനനം എന്നോട് ആദ്യമായി പറഞ്ഞത്, അബൂലഹബ് പറയുന്നു, തന്റെ അടിമ സ്ത്രീയായ സുവൈബ എന്ന പെണ്ണായിരുന്നു. അന്ന് അബൂലഹബിന് അറിയില്ല അള്ളാഹുവിന്റെ റസൂലാകും ഈ മോനെന്ന് അന്നറിയില്ല. പിന്നെ അന്ന് അബൂലഹബിന് അറിയുന്നത് അകാലത്തിൽ മരിച്ചുപോയ, ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ എന്റെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, അതൊരു സുമുഖനായ ആൺകുട്ടിയാണ് എന്ന വിവരമറിഞ്ഞപ്പോ അബൂലഹബ് അങ്ങ് സന്തോഷിച്ചു. അബൂലഹബ് സുവൈബയോട് പറഞ്ഞു, എടി, ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്, നീയാണ് എന്നോട് ഈ സുവിശേഷം അറിയിച്ചിട്ടുള്ളത്. അതാണ് അബൂലഹബ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ചു. അവിശ്വാസിയായിട്ട് പോലും അബൂലഹബിന് ഖബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിൽ മഹാന്മാര് ചോദിക്കുന്നു, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബതി യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ എന്നിങ്ങനെ പറഞ്ഞ് മഹാന്മാർ പാടുന്നുണ്ട്. അപ്പൊ അബൂലഹബിന്, അവിശ്വാസിയായ അബൂലഹബിന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ ഖബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെങ്കിൽ ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉമറുഹു ബി അഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഉള്ളിശ്ശേരിയിലെ സാധുവായ മുഅ്മിനിന് ഈ ദിവസത്തിൽ സന്തോഷിച്ചാൽ ഒരു കൂലിയും കിട്ടൂലെന്ന് പറയുന്നവന്റെ ഈമാൻ എത്രയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഇതൊരു പരിശുദ്ധമായ മജ്ലിസാണ്. ലോകം സ്നേഹിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്കൊരു ചെറിയ പരിശോധന നടത്താം. ആരാണ് ആദ്യമായി ഈ ഹുബ്ബ് ഉദ്ഘാടനം ചെയ്തത്? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും ഹുബ്ബ് കാണിച്ച് ഈ ഹുബ്ബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആളാരാണ്? ഒരു സംശയവും വേണ്ട, രാജാതിരാജനായ അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹുവാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും ഹുബ്ബ് വെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാവും. വിശുദ്ധ ഖുർആന്റെ ചില പരാമർശങ്ങൾ നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാവും. നമ്മൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ കാണാം, ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സൃഷ്ടിച്ചു വെച്ച ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അതിലേറ്റവും മുന്തിയതൊക്കെയും അല്ലാഹു സമർപ്പിച്ചിട്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. മുന്തിയതൊക്കെ അല്ലാഹു കൊടുത്തത് അല്ലാഹുവിന്റെ റസൂലിനാണ്.
1,24,000 പരം അമ്പിയാക്കന്മാർ. ആരാണ് അഷ്റഫുൽ ഖൽഖ്? ആരാണ് ഖാതിമുൽ അംബിയാ? ആരാണ് അമ്പിയാക്കളുടെ നേതാവ്? ആരാണ് മുർസലുകളുടെ നേതാവ്? ഒരു സംശയവുമില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 104 കിതാബുകൾ അല്ലാഹുവിങ്കിൽ നിന്ന് വന്നു. 100 ഏടുകളും 4 കിതാബുകളും. ഏറ്റവും മികച്ചതേതാ? പരിശുദ്ധ ഖുർആൻ. ആർക്കാ നൽകിയിട്ടുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ നാട് മക്കയാണ്. ആ മക്കയുടെ പേര് പരിശുദ്ധ ഖുർആനിൽ പല പേരുകളും മക്കക്ക് കാണാം. അതിൽ ഒരു പേര് അൽ ബലദ്. അൽ ബലദ് എന്ന് പറഞ്ഞാൽ മക്കയാണ്. ബലദുൻ എന്ന പദത്തിനർത്ഥം നാട്, ഗ്രാമം എന്നൊക്കെയാണ്. ഡിക്ഷണറി നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക. ലോകത്തെ ഏറ്റവും നല്ല നാട് അത് മക്കയാണ്. എന്നോട് നിങ്ങൾ നിന്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ വെള്ളമുണ്ടക്കാരനാണെന്ന് പറയും. എന്റെ ബലദ് വെള്ളമുണ്ടയാണ്. നിങ്ങളുടെ നാട് നിങ്ങൾ പറയും ഉള്ളിശ്ശേരിയാണെന്ന് പറയും. എന്നാൽ ആമിന ബീവിയുടെ മുത്തുമോനോട് ആരെങ്കിലും അങ്ങയുടെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെന്ന് പറയും എന്റെ നാട് അതാണ് അൽ ബലദ്. അതാണോടോ നാട് എന്ന് പറയുന്നത്. ലോകത്ത് ആ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടേ ഉള്ളൂ. അത് അല്ലാഹുവിന്റെ ഹബീബ് ജന്മം കൊണ്ട നാടാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ മക്കയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് അതാണ്. മക്കത്താണ് കഅബയുള്ളത്, നമ്മൾക്കറിയാം. അവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത്, അവിടെയാണ് മഖാമു ഇബ്രാഹിം ഉള്ളത്, അവിടെയാണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളായ സഫയും മർവയും ഉള്ളത്, അവിടെയാണ് അബൂ ഖുബൈസ് മലയുള്ളത്, അവിടെയാണ് അറഫയും മിനയും മുസ്ദലിഫയും ഉള്ളത്, അവിടെയാണ് അത്ഭുതങ്ങൾ ഒരുപാടുള്ളത്. എന്നാൽ അതൊന്നുമല്ല അല്ലാഹു എടുത്തു പറഞ്ഞത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ചിന്തിച്ചു നോക്ക്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. പടച്ച തമ്പുരാൻ പറയുന്നു ഞാൻ ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ് നബിയേ. എന്താ ഈ നാടിന്റെ സവിശേഷത? എന്താ ഈ നാടിന്റെ പ്രത്യേകത? വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഈ നാട്ടിൽ താമസക്കാരൻ ആരാണെന്ന് തങ്ങൾക്കറിയുമോ? എന്റെ ഏറ്റവും നല്ല അടിമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ നാട്ടിന്റെ താമസക്കാരൻ. അതാണ് മക്കയുടെ ഏറ്റവും വലിയ സവിശേഷത. തന്റെ 53 വർഷക്കാലം അവിടുന്ന് ജീവിച്ച നാട് അതാണ് ലോകത്തെ ഏറ്റവും നല്ല നാട്. ഇനിയോ തന്റെ ജീവിതത്തിന്റെ അവസാന കാലം അവിടുന്ന് 10 വർഷക്കാലം കഴിച്ചുകൂട്ടിയ പരിശുദ്ധമായ പ്രദേശമാണ് മദീന. മദീന എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പട്ടണം എന്നാണ്. എന്താ മദീന എന്ന് പറഞ്ഞാൽ? പട്ടണം എന്നാണ് മദീനയുടെ അർത്ഥം. സിറ്റി. നമ്മൾക്ക് ഒരുപാട് സിറ്റി അറിയാം. മദീനത്തു ദുബൈ, മദീനത്തു ബാംഗ്ലൂർ, മദീനത്തു ദില്ലി, മദീനത്തു സിംഗപ്പൂർ, അങ്ങനെ ഒരുപാട് പട്ടണങ്ങൾ. എന്നാൽ ലോകത്ത് പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്ന മദീന എന്ന് പറയുന്ന ഒരു നാടേ ലോകത്തുള്ളൂ. ആ നാടേതാണെന്നറിയോ? മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. അവിടുന്ന് മക്കത്ത് നിന്ന് മദീനത്ത് വന്നപ്പോ അല്ലാഹുവിനോട് പ്രവാചകരുടെ അപേക്ഷ. എന്റെ പ്രിയപ്പെട്ട പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ ഹറമാക്കി മാറ്റി. എനിക്കെന്റെ മദീന ഹറമാക്കണം. അല്ലാഹു അനുവാദം കൊടുത്തല്ലോ. മദീനയെ അവിടുന്ന് ഹറമാക്കി മാറ്റി. ലോകത്ത് ഒരു നാടിനുമില്ലാത്ത സവിശേഷത കൊണ്ട് അല്ലാഹു മദീനയെ പരിശുദ്ധമാക്കി. അവിടുന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന, ലോകത്ത് നിന്ന് ചില രോഗങ്ങൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എത്ര കാലമായി കുഞ്ഞുമക്കളുടെ കയ്യിലും കാലിലും കുത്താൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഏത് വൈറസിനെയാണ് അവർക്ക് കെട്ടിക്കാൻ കഴിഞ്ഞത്? ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. മനുഷ്യർ നിസാരമായി കാണുന്ന ജലദോഷം എന്ന് പറയുന്ന രോഗത്തിന് ഇന്നേ വരെ വൈദ്യശാസ്ത്രം മരുന്ന് കണ്ടെത്തിയിട്ടില്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന് മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മുന്നിലാണ് 1400 കൊല്ലങ്ങൾക്ക് മുന്നേ ഉമ്മിയായ അഥവാ നിരക്ഷരനായ
ഓത്തുപള്ളിയിൽ പോയി പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത, എഴുത്തും വായനയും അറിയാത്ത നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുന്നേ പറഞ്ഞു, അലാ അൻഖാബിൽ മദീനത്തി മലായികത്തുൻ. എന്റെ മദീനയുടെ ഓരോ വിടവുകളിലും മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ പോലീസോ അവരുടെ പട്ടാളമോ വേണ്ട എന്റെ മദീനയെ പ്രൊട്ടക്ട് ചെയ്യാൻ. മദീനയുടെ ഓരോ വിടവുകളിലും മലക്കുകൾ കാവൽ നിൽക്കുന്നു. ലാ യദ്ഖുലുഹ ത്വാഊനു വലദ്ദജ്ജാൽ. ലോകം പേടിയോടെ നോക്കിക്കണ്ട രോഗമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. എത്ര ഭീകരമായ ഒരവസ്ഥയാണ്. 1400 കൊല്ലങ്ങൾക്ക് മുന്നേ അവിടെന്ന് പറഞ്ഞു, ഒരു കുത്തിവെപ്പും വേണ്ടി വരില്ല, എന്റെ മദീനയിൽ ഖിയാമത്ത് നാൾ വരെ പ്ലേഗ് കടന്നു വരൂല, പ്ലേഗ് വരൂല എന്റെ മദീനയിൽ. വലദ്ദജ്ജാൽ, ആദം അലൈഹിസ്സലാമിനെ പടച്ചതു മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോവുന്ന ഫിത്നകളിൽ ഏറ്റവും വലിയ ഫിത്നയാണ് ദജ്ജാൽ. ആ ദജ്ജാലിന് ചവിട്ടാൻ കഴിയാത്ത മണ്ണാണ് മദീനയുടെ മണ്ണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു പവിത്രതയാണ്, മഹാന്മാരെന്തൊരു ബഹുമാനമാണ് നൽകിയത് അല്ലേ. മദീനയിലൂടെ ചെരുപ്പ് ചവിട്ട് നടക്കാൻ പേടിച്ച മഹാന്മാരില്ലേ. മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ. നിരവധി ലക്ഷക്കണക്കിന് 10 ലക്ഷം ഹദീസിൽ അവഗാഹമുള്ള മഹാപണ്ഡിതനാണ്. ഉസ്താദുമാർക്കറിയാം, കിതാബുൽ മുവത്ത എന്ന ലോക പ്രശസ്ത ഹദീസ് ഗ്രന്ഥം ലോകത്തിന് സമർപ്പിച്ച മഹാനാണ്. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയുടെ ബോർഡറിലെത്തിയാൽ തന്റെ വാഹനപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങിയിട്ട് മഹാനവർകൾ തന്റെ ചെരുപ്പ് കഴിച്ച് കയ്യിൽ പിടിച്ചിട്ട് പറയും, ഇത് മദീനയാണ്, ഇത് അല്ലാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ്. ഇവിടെ ഞാൻ ചെരുപ്പും ചവിട്ടി നടക്കുകയോ, ഇവിടെ ഞാൻ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയോ? മഹാനവർകൾ ചെരുപ്പ് ചവിട്ടിയിട്ട് മദീനയിലൂടെ നടന്നു പോയിട്ടില്ല. മദീനത്തെ ഹറമിലേക്ക് കയറാൻ പേടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ മഹാന്മാരില്ലേ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥം 4 മദ്ഹബുകാരും ഒരുപോലെ ബഹുമാനിക്കുന്ന പരിശുദ്ധ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയുടെ രചന നിർവഹിച്ചത് സോവിയറ്റ് റഷ്യക്കാരനായ മഹാനായ മുഹമ്മദ് ഇബ്നു ഇസ്മാഈലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന സൂക്ഷ്മജ്ഞാനിയായ മഹാപണ്ഡിതനാണ്. മഹാനവർകൾ അതിന്റെ രചന പൂർണ്ണമാക്കിയപ്പോ മഹാനവർകളുടെ ആഗ്രഹം ഒന്ന് മദീനത്ത് പോയിട്ട് റൗളാ ഷരീഫിൽ ഇതൊന്ന് വായിക്കണം, എന്നിട്ടേ ഇത് ലോകർക്ക് കൈമാറാൻ പറ്റൂ. മഹാനവർകൾ മദീനയിൽ വന്നു. മദീനയിലെത്തുന്നത് വരെ വലിയ ആവേശമായിരുന്നു. മദീനത്തെത്തിയപ്പോൾ മദീനയിലെ മസ്ജിദിലേക്ക് കയറാൻ അവിടത്തേക്ക് ധൈര്യം വരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ ചാരത്ത് പോയി സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്തിതൊന്ന് വായിക്കണം, പക്ഷേ കാല് മുന്നോട്ട് നീങ്ങുന്നില്ല. മഹാനവർകൾ മസ്ജിദുൻ നബവിയുടെ പുറത്ത് ടെന്റ് കെട്ടിയിട്ട് ദിവസങ്ങൾ താമസിച്ചു എന്നല്ലേ ചരിത്രം. അവിടെ വെച്ചുകൊണ്ട് പലരും മഹാനവർകളെ ക്ഷണിച്ചു, പക്ഷേ പോയില്ല. എന്റെ ഉപ്പാപ്പ എന്നെ വിളിക്കണം, ഈ പേരക്കുട്ടിയെ വിളിക്കണം, ഇങ്ങോട്ട് വന്ന മോനെ എന്ന് അവിടുന്ന് മനാമിൽ എന്നോട് പറയണം, സ്വപ്നത്തിൽ എന്നെ വിളിക്കണം, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോവാൻ എനിക്ക് ധൈര്യമില്ല. മഹാനവർകൾ ദിവസങ്ങൾ താമസിച്ച സ്ഥലത്ത് ഇന്ന് സൗദി അറേബ്യയിൽ ഒരു മസ്ജിദ് കാണാം. നിങ്ങൾ എന്നെങ്കിലും മദീനത്ത് പോകുന്നുണ്ടെങ്കിൽ മസ്ജിദുൻ നബവിയുടെ 26-ാം നമ്പർ ഗേറ്റ് കടന്ന് റോഡ് ക്രോസ് ചെയ്താൽ അവിടെ ഒരു മസ്ജിദ് കാണാം. ആ മസ്ജിദിന്റെ പേര് മസ്ജിദുൽ ബുഖാരി എന്നാണ് ആ പള്ളിയുടെ പേര്. അല്ലാഹു തആല അവിടെ പോകാനും 2 റക്അത്ത് അവിടെ തഹയ്യത്ത് നിസ്കരിക്കാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ.